അല്ല റെഡ് അലർട്ടിന്റെ ടൈമിലാണ് ഇപ്പൊ നമ്മള് പുറത്ത് വന്ന് വാങ്ങും. ഒരു കുത്തുണ്ട് ഉള്ളിൽ നോക്കാം. രണ്ട് സൈഡൊക്കെ കനം കുറവ്, നല്ല മധുരമുണ്ട്. എത്രയും മാങ്ങ നിൽക്കുന്ന ഒരു പുഴുക്കടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇതിലേറെ എന്താ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? നമ്മുടെ വീഡിയോയിൽ ഇന്ന് എന്തെങ്കിലും ഒരു ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റും? ഇന്ന് നമുക്ക് ഒരു ഓഫർ കൊടുക്കാം. ഈ വലിയ ഇതുണ്ട്, അതിൻ്റെ മുരട് ഇതൊക്കെ കണ്ടില്ല, നല്ല കായ്ക്കാൻ പോകുന്ന വലിയ സപ്പോട്ട. അതിന് നമുക്ക് വെറും 500 റുപ്യ. രാവിലെ തൈകൾ നമ്മൾ വിത്തിട്ട് വെച്ചതാണ് നമുക്ക് വെഡിങ്ങിന് വേണ്ടിയിട്ട്. ഓ, ഇവിടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ട് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. അതെ 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 അതെ. ഇതിപ്പോൾ നമ്മൾ ലോങ്ങൻ ബഡ് ചെയ്ത് വെച്ചതാട്ടോ. ഓക്കെ ഓക്കെ. ലോങ്ങൻ ബഡ് ചെയ്ത് വെച്ച് ബഡല്ല മുളക്കുന്നത്, ബഡ് ചെയ്ത് വെച്ചാണ്. ഇതിപ്പോൾ ബഡിൽ നിന്ന് മുള വരുന്നുണ്ട്, ബഡ് ചെയ്ത് വെച്ചതാണ്. ഇത് ഗംഗാപോണ്ടം തന്നെയാണ്. അതിൻ്റെ കുറച്ചും കൂടെ ഒരു വില കുറവില് നമുക്ക് 1.5 കൊല്ലം കൊണ്ട് കായ്ക്കും. അത് നമുക്ക് വില കുറവ് അല്ല, അത് നമ്മൾ ചെറിയൊരു ഓഫറിൽ ചെയ്ത് കൊടുക്കാം, 1000 രൂപ. ഓക്കെ. മറ്റേ നമ്മൾ 1750 പറഞ്ഞു. അടിപൊളി തയ്യാണല്ലേ. മറ്റേത് നമ്മൾ 1750 പറഞ്ഞു. ഈ 1000 എന്ന് പറഞ്ഞത് ഇവിടുത്തെ റേറ്റ് ആണ്. അതെ അതെ അതെ. കൊറിയറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ വേറെ വരും. അതൊന്നും നമ്മൾ ഈ പറയുന്നതിൽ അതൊന്നും ഇല്ല. ഏതാണ്ട് 10-12 അടി ഹൈറ്റ് ഉള്ള മാവുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഏതാ വെറൈറ്റി? ഇത് പിന്നെ ഇതിൽ നമുക്ക് എന്താണ് ബനാന ഉണ്ടാവും, അതുപോലെ സൂപ്പർ ക്യൂൻ ഉണ്ടാവും. ഇതൊക്കെ സൂപ്പർ ക്യൂനാണ്. ഇതിൻ്റെയൊക്കെ ഹൈറ്റ് നോക്ക് 10 അടി 12 അടി ഒന്നല്ല, അതിൻ്റെ മുകളിൽ വരുമല്ലേ. എത്ര ഉണ്ട് ഇനി ഇവിടുന്ന് ഈ ലീഫ് വന്നായിട്ട് വീണ്ടും ഒരു 3 അടി 10-15 അടി വരെയൊക്കെ കിട്ടും അതിൽ. അപ്പം ഇതൊക്കെ നമ്മൾ വെറൈറ്റി മാറുന്നതിനനുസരിച്ച് റേറ്റിൽ വേരിയേഷൻ വരുമോ? ഇതിനകത്ത് ഇല്ല. ഇതൊക്കെ നമ്മൾ ഒരൊറ്റ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത്. എത്രയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു 2500 കൊടുക്കാം. 2500 കൊടുക്കാം. ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട് ഇതിൽ? ഇതിനകത്ത് സൂപ്പർ ക്യൂന് കിട്ടും, ഇതേ വലുപ്പത്തിൽ. നമുക്ക് ബനാന കിട്ടും. പിന്നെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. സൂപ്പർ ക്യൂനും ബനാന ആയിരിക്കും ഈ സെക്ഷനിലുള്ളത്. ഇതിനൊക്കെ റിസൾട്ട് നമുക്ക് എത്ര സമയം? ഇഷ്ടം പോലെ പീസ് ഉണ്ട് കേട്ടോ. ഇത് ഇനി നേരെ അങ്ങോട്ട് വീഡിയോ പിടിച്ചോതാ. അത് ഇനി നേരെ പുറത്ത് ഇത് പിടിച്ചു. ഇതാ ഈ ലൈന്, ഇതാ ഇത് അത് ഫുള്ള് ബനാനയാണ് കേട്ടോ. ആയിരിക്കുന്നത് ഫുള്ളായിട്ട് ബനാനയാണ്. നമ്മൾ രണ്ടും കിട്ടും എന്ന് പറയുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചോന്നല്ല, അത് ബനാനയാണ്. ഈ ഭാഗത്തുള്ള അതെ ബനാനയാണ്. ഇനി ഇതാ ഇവിടെ ഇത് നോക്കൂ. പിന്നെ ഈ സെക്ഷൻ ഇത് ഫുള്ള് ബനാനയാണ്. ഇങ്ങോട്ട് വന്നു, കണ്ണ് കാണൂല ഇവിടെ, അതാണ് പ്രശ്നം. വലിയ വലിയ പ്ലാന്റ്. ഇത് ബനാനയാണ്. പിന്നെ ഇത് നമുക്ക് ഇത് നാംഡോക്കുമായി ഗോൾഡ് കേട്ടോ. അത് ഈ റേറ്റ് തന്നെ ഗോൾഡൊക്കെ ഒരു റേറ്റിൽ കൊടുക്കാം. നമ്മുടെ ജംബോ പ്ലാന്റുകളുടെ സെക്ഷൻ ആണല്ലേ? അതെ അതെ. നോക്കൂ. ഓ, ഈ ഭാഗത്തൊക്കെ അടിപൊളി കേട്ടോ. വെള്ളം ഏതൊക്കെ വെറൈറ്റി ഉണ്ട് ഇതില്? സൂപ്പർ ക്യൂന് കിട്ടും, ബാരി 11 കിട്ടും. പിന്നെ അതുപോലെ തന്നെ നാംഡോക്കുമായി ഗോൾഡ് ഉണ്ട്. പിന്നെ ബനാന ഉണ്ടാവും. അതുപോലെ തന്നെ മിയാസാക്കിയും ഇതിനകത്ത് ഉണ്ടാവും. ഇതിൻ്റെ താഴെ കണ്ടത്തിലുണ്ട്, ഏതാണ്ട് ഈ പ്രായത്തിലുള്ള. പിന്നെ ന്യൂ ബ്ലാക്ക് കസ്തൂരി ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് എങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നത്? ബ്രൂണെ കിങ് ഉണ്ടാവും. ഇതൊക്കെ ബ്രൂണെ കിങ് ആണ്. ഓ, അതുപോലെ ഒരുപാട് വെറൈറ്റികൾ ഇതിനകത്ത് നമ്മൾ ഒക്കെ മൊത്തം ഒരൊറ്റ റേറ്റിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒക്കെ 4000 രൂപയാണ്. 4000 രൂപ ഏതെടുത്താലും 4000. അതെ, ഇത് 5000-നാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ ഒരു 4000 രൂപയായിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ ഹോൾസെയിൽ നേഴ്സറിക്കാർക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള 10,000 കണക്കിന് കാട്ടിമൂണ്ട തൈകളാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തങ്കയത്ത് അഗ്രോ ഫാം, മലപ്പുറം ജില്ലയിലാണ് വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾക്കും വീഡിയോസിനുമായിട്ട് ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഇവരെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ വീഡിയോയിൽ ഇന്ന് എന്തെങ്കിലും ഒരു ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റും? ഇന്ന് നമുക്ക് ഒരു ഓഫർ കൊടുക്കുക. ഈ വലിയ ഇതുണ്ട്, അതിൻ്റെ മുരട് ഇതൊക്കെ കണ്ടില്ല, നല്ല കായ്ക്കാൻ പോകുന്ന വലിയ സപ്പോട്ട. അതിന് നമുക്ക് വെറും 500 റുപ്യക്ക്. ഏതാ വെറൈറ്റി ഇത് നമ്മളെ സാധാ പിന്നെ ക്രിക്കറ്റ് ബോൾ എന്നൊക്കെ പറഞ്ഞു, സാധാ റൗണ്ട് നാടൻ വെറൈറ്റി. ഇത് പുറത്തൊക്കെ നോക്കാം, വലിയ പ്ലാന്റുകളുണ്ടാവും. ആ ഒരു സെക്ഷൻ കുറേ ഉണ്ട്. ഞാൻ അത് മൊത്തത്തിൽ നമുക്ക് 500 രൂപ പീസിന് 500 രൂപയ്ക്ക് കൊടുക്കല്ലേ? പിന്നെ ഒറ്റയടിക്ക് അടിച്ചുകൂടാ. നമ്മളെ കാട്ടിമൂണിൻ്റെ മറ്റൊരു സെക്ഷനിൽ റെഡി ആയിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എന്നല്ല, നമ്മളെ എണ്ണിയാ തീരാത്ത അത്ര ക്വാണ്ടിറ്റി ഹോൾസെയിൽ നഴ്സറികൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഹോൾസെയിൽ മാത്രമല്ല റീറ്റെയിലും നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഇപ്പം നമ്മുടെ അടുത്ത് 10,000 പീസിലധികം സ്റ്റോക്ക് ഉണ്ട്. അതായത് അറ്റ് എ ടൈം 10,000 ചോദിച്ചാൽ നമുക്ക് എടുത്തു കൊടുക്കാം. അതിൽ നമുക്ക് ഇതൊക്കെ ഈ സൈഡിലും തന്നെയാണ്. നോക്കൂ, മാങ്ങ കായ്ച്ചു നിൽക്കുന്നത് വരെ ഉണ്ടാവും. ഇത് നമുക്ക് ഒരു ഏതാണ്ട് 10,000-ന് മുകളിലുണ്ടാവും നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഇരിക്കുന്നത്. അതൊരു ഇനി 2 ലെയറിൽ കൂടി ഇരിക്കുന്നുണ്ട്. KT3.
ഒരു അടിപൊളി റംബൂട്ടായിരിക്കുന്നുണ്ടല്ലോ, ഇത് നമുക്ക് കൊടുക്കാനുള്ളതല്ലേ? ഇത് ഓ അടിപൊളി കേട്ടോ, ഒരു കൊലയില് തന്നെ കണ്ടില്ലേ, മുന്തിരി കൊല പോലെ നിക്കണേ. 30 കവറിൽ എല്ലാ കമ്പിലും ഫ്ലവറും ഉണ്ട്. ഇനി എല്ലാ കമ്പിലും ഫ്ലവർ വരുന്നത്. ഇപ്പം ഈ മഴയൊക്കെ പെയ്തിട്ടും ചാടിപ്പോയതിൻ്റെ ബാക്കിയാണ്, അതിൻ്റെ ചോട്ടൊക്കെ ചാടിയിട്ടുണ്ട്. എന്നിരുന്നാലും അത്രയും കായുണ്ട്. ഈ പ്ലാന്റ് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതൊക്കെ നമ്മളിപ്പോൾ 5000 രൂപക്ക് നമ്മൾ നേരത്തെ ഒരു ഓഫറിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ്, അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ആ ഓഫർ കണ്ടിന്യൂ അതൊക്കെ ഇപ്പോൾ ഒരു 10000 രൂപ കൊടുക്കേണ്ടി വരും പുറത്ത്. നമ്മളിപ്പോൾ കാണുന്നുണ്ട് പറ്റുപോലെ വീട് ഇതാണ് 5 വർഷമായ വലിയ പ്ലാന്റ്. അതൊരു ഒരു പോട്ടിനകത്തേക്ക് മാറ്റിയപ്പോൾ അത് 10000 രൂപേൻ്റെ വണ്ണം കണ്ടില്ല. അതുപോലെ ഒന്നല്ല, ഇത് ഇപ്പുറത്തും നിറയെ ഇരിക്കുന്നുണ്ട്. അതാ തൊട്ടുപുറത്ത് ഇതാ ഇതും അതേപോലെ തന്നെ ഇതാണ് നിറയെ കായ പഴുക്കാൻ തുടങ്ങി. കണ്ടില്ലേ ഏത് കമ്പിലെ കായല്ലാത്ത നോക്കാം. ഇങ്ങോട്ട് വന്നൊക്കെ പുറത്ത് വന്നു. അടിപൊളി കേട്ടോ, ഈ ഭാഗത്ത് എല്ലായിടത്തും നോക്കുമ്പോൾ ഇതാ അടുത്തത് ഇതാ അതാ ഇവിടെ താഴെ വേറെ. ഇനി മുകളിൽ നോക്കൂ, ഇവിടുത്തെ കമ്പ് എല്ലാ കമ്പിലും നല്ല മുഴുത്ത ചെടികളാണ്. അതാണ് അങ്ങനെ കായ വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ തന്നെ ബഡ് ചെയ്ത് വളർത്തി ഇതുവരെ എത്തിച്ചതാണ് കേട്ടോ. 1-2 പ്ലാന്റുകളല്ല. ഇനി ഇതാ അടുത്തത് ഒരുപാട് പ്ലാന്റുകൾ ഇതാ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. അതിനിങ്ങനെ വന്നോ കംപ്ലീറ്റ് ഉണ്ട്. നമ്മളടുത്തൊരു പിന്നെ ഇതൊരു 200-ൻ്റെ അടുത്ത് ചെടികളുണ്ടാവും ആ വലിപ്പമുള്ളത് തന്നെ. ഇതൊക്കെ എന്താ മഴ പെയ്തിട്ട് കായൊക്കെ ഒറ്റപ്പെടുക താഴത്താണ് ഇപ്പോൾ കായ കിടക്കുന്നത്. എന്നാലും ഉണ്ട് കുറേ പോയിട്ടുണ്ടെങ്കിലും ഇതിനകത്തൊക്കെ ഇവിടെ അപ്പോൾ തൊടുമ്പോൾ ചാടിപ്പോവും. അത്രയും മഴ കൊണ്ടിട്ടേ ഈ മഴയും വെയിലും കൂടെ വരുമ്പോൾ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണം ചെയ്യും. അതാണ് പ്രശ്നം. ഇതേപോലെ പഴുത്ത് നിൽക്കുന്ന റംബൂട്ടാൻ്റെ പ്ലാന്റുകൾ ഇവിടെ സെയിൽ ചെയ്യാനുണ്ട് കേട്ടോ. അതാ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബനാന മാംഗോന്റെ തൈകളാണല്ലത്, ഏറ്റവും ചെറിയ തൈകളാണ്. ഓ ഈ ഒരു ഐറ്റ് വരുന്നല്ലേ. ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? നമ്മൾ 400 രൂപ 400 രൂപയ്ക്ക് കൊടുക്കല്ലേ? നമ്മളെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നല്ലൊരു മാവ് 500 ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഓഫർ റേറ്റ്. നാംഡോക്കുമൈൻ്റെ ഗോൾഡാണ് ഇത്. ഇതൊക്കെ എല്ലാം ഫ്ലേവർ ചെയ്ത ഫ്ലവർ ചെയ്ത മാവുകളാണ്. ഇതൊക്കെ നോക്കൂ. പിന്നെ ഇതൊക്കെ ഇതണ്ട ഫ്ലവർ കരിഞ്ഞ് ഇതുണ്ടോ ഇതിലൊക്കെ എല്ലാ കമ്പലും ഈ സാധനം ഇതൊക്കെ ഫ്ലവർ ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ പഴയ ഫ്ലവർ. ഇപ്പോൾ നിലവിലെ ഫ്ലവർ അല്ല, ഫ്ലവർ കരിഞ്ഞു പോയതാ. ഇതിലൊക്കെ ഫ്ലവർ എല്ലാം ഫ്ലവർ ചെയ്താ. അതെ നോക്ക് അതാ മാങ്ങനെ ഉണ്ടായിട്ട് അറുത്തതാണ്. അതുപോലെ എല്ലാം അങ്ങനെ മെച്ചൂർഡായ ചെടികളാണ്. ഇനി അതൊക്കെ നോക്ക്. ഇതൊക്കെ നമുക്ക് 2500 കൊടുക്കാം. അപ്പോൾ 2500 കൊടുക്കല്ലേ? 2500 എല്ലാം ഒരു ഓഫർ റേറ്റ് ആയിട്ട്. അതെ തീർച്ചയായിട്ടും എല്ലാം 2500. ഇതുണ്ടോ ഒക്കെ കാഴ്ച എന്ന് പറയുമ്പോൾ ആളുകൾ വെറുതെ പറയല്ല. അതുണ്ടോ 1, 2 എല്ലാ കമ്പിലും കായ വന്ന ഫ്ലവർ വന്ന. അതുപോലെ ഏതാണ്ട് ഇതൊരു ബാച്ചാണ്. ആ ബാച്ചിൽ ഏതാണ്ട് ഒരു 60% പൂത്തതാണ്. ഏതാണ്ട് ഈ തലപ്പ് മുതൽ ആ തലപ്പ് വരെ ഏതാണ്ട് 30 മീറ്ററോളം നിറഞ്ഞു നിൽക്കുന്ന കാട്ടിമൂണല്ലേ? കാട്ടിമൂണ് നേരത്തെ കണ്ട സെക്ഷൻ അല്ലത് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ മുന്നേ 2-3-4 സെക്ഷൻ കാണിച്ചു. ഇത് വേറെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് 30 മീറ്റർ നീളണ്ടാത്തിലേക്ക് ആ വീടിൻ്റെ അതുവരെയും നമ്മൾ ഈ സാധനത്തിന് ഇനി ഇത് കൂടാതെ ഇനി കുറവുണ്ട്. 10,000 കൂടുതൽ തൈകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് വേണമല്ലോ. ഇനി നേരെ ഓപ്പോസിറ്റ് അതിലുണ്ട്, അതിന്റെ താഴെ ഉണ്ട്. നാംഡോക്കുമൈട്ടോ ഏതാണ്ട് 3,500 മുതലുള്ള തൈകളാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഈ ഒരു കാറ്റഗറിയിൽ കേട്ടോ. ഏതൊക്കെയുണ്ട് അതിന്റെ വെണ്ണം നോക്കാം. ഓ അടിപൊളി, ഒരു പിടിയിൽ വരൂല. എല്ലാതും അത്യാവശ്യം നല്ല കടവണ്ണുള്ളത്. അതായത് കഴിഞ്ഞ തവണ നമുക്ക് പൂവൊക്കെ ഇട്ടിട്ട് അടിപൊളി മാങ്ങയോട് നിന്നിരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഇതൊക്കെ അല്ലേ? ഇതൊക്കെ നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് നമുക്ക് ഇതിലുണ്ട്? ഇതിൽ നമുക്ക് എല്ലാ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതുണ്ടോ അതിനൊക്കെ വേണം നോക്കാം. അവിടെ ഫുള്ള് അങ്ങനെ തന്നെയുള്ളത്. എല്ലാതും നല്ല കടവണ്ണുള്ളത്. ഒന്ന് പിടിച്ചു നോക്കാം. അതിൻ്റെ അടുത്തൊക്കെ നിന്നോ എത്ര ഗ്യാപ്പോ. 3,500 പറയുമ്പോൾ 3,500 5 ആ 3,500 മുതലുണ്ട്. ഒക്കെ എല്ലാം നാംഡോക്ക് ഗോൾഡ് ആട്ടോ. എല്ലാം നാംഡോക്ക് ഗോൾഡ് അല്ല. ആ ഇപ്പം ഇതുവരെ വന്നത് ഇത് RT കിട്ടും. അല്ല ഇത് റെഡ് ഐവറി. ഇത് റെഡ് ഐവറി. ഓക്കെ. ഒക്കെ കാറ്റടിച്ചിട്ട് വീണ് ഇലയൊക്കെയാണ് താഴ്ത്തി കിടക്കുന്നത്. കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ മറിയാ പിടി ഒന്ന് വെണ്ണം കാണിച്ചു കൊടുത്താൽ അതൊക്കെ കസ്റ്റമർ ബുക്ക് ചെയ്ത് വെച്ചാണ്. റെഡ് ഐവറി ഉണ്ടാ ഒക്കെ അതേ സൈസ് വണ്ണം നല്ല ജംബോ പ്ലാന്റുകളാണ്. നമ്മുടെ മുകളിൽ നമ്മൾ കാണിച്ചല്ലോ
വലിയ പ്ലാന്റുകൾ വേണ്ടവർക്ക് എന്തുകൊണ്ടും ധൈര്യമായിട്ട് വരല്ലേ ഇങ്ങോട്ട്. ഒക്കെ ഇപ്പം നമ്മൾ കുറച്ച് കമ്മിയാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ടോ ഒക്കെ 4000 രൂപക്കാണ് ഇപ്പം നമ്മൾ മുകളിൽ നേരത്തെ പറഞ്ഞില്ല. അതൊക്കെ മൊത്തം ഇതിൻ്റെ വണ്ണം കണ്ടില്ല, ഒക്കെ അടിപൊളി സൈസ് സാധനങ്ങൾ. ഒന്ന് നിന്നോടത്ത ദിവസം വേണ്ട, അത് നിന്ന് കഴിയുമ്പോൾ അറിയുള്ളൂ. ഓ ഇത് സൂപ്പർ ഗ്രീൻ അല്ലേ പിന്നെ? ഓ അതിന് അതിലും വലുത് നമ്മളവിടെ മുകളിൽ കാണിച്ചല്ലോ. 4000 റുപ്യ 5000 റുപ്യ കൊടുക്കുമ്പോൾ 4 കൊടുക്കാണ്. പിന്നെ അതിൻ്റെ താഴെ നമ്മൾ 2000-ന്റെ 2500-ന്റെ ഉണ്ട്. ഓക്കെ അതും നമ്മൾ മുകളിൽ കാണിച്ചല്ലോ. മുകളിൽ കാണിച്ചു. അപ്പോൾ മൂന്ന് സെക്ഷൻ ആയില്ലേ. ഇത് R22-ന്റെ ഇതിൻ്റെ ഒക്കെ വണ്ണം നോക്കാം. R22 നോക്കാം, അതേ സെയിം വണ്ണം തന്നെ ഉണ്ടാവും. എല്ലാം നല്ല കടവണ്ണല്ലോ കേട്ടോ. അതൊക്കെ ഒന്ന് പിടിച്ചു കൊടുത്തോക്കാം. എത്ര വർഷം ഒക്കെ അടുത്ത വർഷം കായ്ക്കും. ഇത് പിടിച്ചു നോക്കാം, ഒക്കെ ഏകദേശം സൈസ് ഉണ്ടാവും. പിന്നെ എല്ലാതും ഇപ്പം അത്ര കിട്ടിക്കൊള്ളുന്നില്ല, പക്ഷെ ആ ഒരു ടൈപ്പിൽ ആവറേജ് ഒരുവിധം എല്ലാതും അങ്ങനെ തന്നെ ഉണ്ട്. ഇത് ആവറേജ് എല്ലാതും വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇതാണ് കിങ് ഓഫ് ചക്കപ്പത്തും അതേപോലെ തന്നെ അതേപോലെ ഒക്കെ ഒരു ബാച്ചാണ്. ഇതൊക്കെ ഒരു ബാച്ചായിട്ടാണ് നമ്മുടെ അടുത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ 2500-ന്റെ ഒരു ബാച്ച്, 3500-ന്റെ ഒരു ബാച്ച്, അതുപോലെ 4000-ന്റെ ഒരു ബാച്ച്, അങ്ങനെയല്ല നമ്മൾ കാണിച്ച്. ഇതൊക്കെ ചക്കപ്പത്ത. പിന്നെ 4 kg-ന്റെ അവിടെ ഒരു ബാച്ച് കിടക്കുന്നുണ്ട്. 4 kg ഉണ്ട്. ഒക്കെ ലീഫ് കട്ടിങ് നല്ല നടന്നു. ഈ മഴയത്ത് എന്താ പറയുക, മരുന്നടിക്കാൻ പറ്റില്ലല്ലോ. മഴ ഇതുണ്ടോ, ഒരു സ്റ്റെപ്പ് വളർച്ച തന്നെ പോയി. ഇതൊക്കെ മരുന്നടിക്കാൻ കഴിയില്ല. മരുന്നടിച്ചാൽ പെസ്റ്റിസൈഡ് അടിച്ചാൽ അപ്പം തന്നെ പോകുമല്ലോ അത്. ഇത് 4 kg അല്ലേ പിന്നെ? മറ്റേത് ബ്ലാക്ക് ലീഫ് അല്ലേ? മറ്റേ പിന്നെ ന്യൂ ബ്ലാക്ക് കസ്തൂരി. കാറ്റുമൂണ്ട മാവ് നമ്മളെ ഒരു കസ്റ്റമർക്ക് സെയിൽ ചെയ്തതാണ്. ഇതിപ്പോൾ എത്ര മാങ്ങണ്ടോ നോക്കാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കുറേ പോയിട്ടോ. ഈ മഴയൊക്കെ കണ്ടിട്ട് കുറേ എണ്ണം പിന്നെ ഇവിടെ ഇതാണ് ഈ ഞെട്ടികളിൽ നിന്നൊക്കെ ഈ പോയതാണ്. പക്ഷെ ഇതൊക്കെ അതാ പഴുത്ത് നിൽക്കുകയാണ്. കസ്റ്റമർ പക്ഷേ ഇപ്പോൾ തന്നെ വേണ്ട, പുള്ളി ഗൾഫിലാണ്. അപ്പോൾ എത്തിയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മുകളിലൊക്കെ ഉണ്ടോ, അതിലൊക്കെ മാങ്ങ കുറേ കഴിഞ്ഞാണ്. കുറേ എണ്ണം ഇപ്പോഴും ഉണ്ടാവും. 2, 4, 6, 8, 9 ഉണ്ട് അല്ലേ? 9, 10 ഇപ്പോഴും ഉണ്ട്. ഇവിടെ നിന്നൊക്കെ 10 അല്ല, ഇവിടെ നിന്നൊക്കെ ചാടിപ്പോയതാണ്. മണ്ണിട്ട് മാങ്ങ തന്നെ പോയതാണ്. ഇതൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ ഏതാണ്ട് പഴുത്തു. കത്തിയുണ്ടോ? ഒന്ന് പൂളി വെക്കുമല്ലോ നമുക്ക്. ഇത്രയും മഴ ചെയ്തിട്ട് എന്താ അടിപൊളി, നല്ല മധുരണ്ട്. ഇത്രയും മഴ ചെയ്തിട്ട് നല്ല മധുരം ഉണ്ടല്ലേ? അല്ല, റെഡ് അലർട്ടിന്റെ ടൈമിലാണ് ഇപ്പൊ നമ്മള് പുറത്ത് വാങ്ങും. ഒരു കുത്തുണ്ട് ഉള്ളിൽ നോക്കാം. സൈഡൊക്കെ കനം കുറവ്, നല്ല മധുരമുണ്ട്. എത്രയും മാങ്ങ നിൽക്കുന്ന ഒരു പുഴുക്കടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇതിലേറെ എന്താ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? അത് നീലന്മാവാണ്, ഡ്രമ്മിൽ സെറ്റ് ചെയ്താൽ. അതിന് ഇപ്രാവശ്യം 30 മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇനി എത്ര ഉണ്ട് ഈ മഴയ്ക്ക് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല. എന്നാലും കുറേ ഉണ്ട്. 30 ഉണ്ടായിരുന്നു പ്രാവശ്യം. അതിൽ കൊടുക്കാനുള്ളതല്ലേ നമുക്ക്? കൊടുക്കാനുള്ളതാണ്. നല്ല ജംബോ പ്ലാന്റ് ആണ്. എങ്ങനെ റേറ്റ് ഒക്കെ ചോദിക്കണേ? അതൊക്കെ നമുക്ക് കൊടുക്കാന്നേ. ഒരു മോഹല. ബ്ലാക്ക് കസ്തൂരിയാണ്. ഇതിപ്പോ എന്തിനാണ് മാങ്ങ മുറ്റത്ത് വെച്ചാൽ തന്നെ ഒരു ഭംഗിയാണല്ലേ? നമുക്ക് എന്താ ഭംഗിയൊക്കെ നിൽക്കുന്നത്, എന്തൊരു ഭംഗി. ഇതൊക്കെ ഒരു പ്രൂണിങ്ങും നടത്തിയിട്ടില്ലട്ടോ. ഓട്ടോമാറ്റിക് പ്രൂണിങ്ങിലാണ് ഈ നിൽക്കുന്നത്. എന്നിട്ട് തന്നെ എത്ര ഭംഗിയാണ്, അത്ര ഭംഗി. അത് പക്ഷേ അങ്ങനെ ശീകരങ്ങളാവുന്നുണ്ട്. അകത്ത് നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ ബനാന മാവുകളാണല്ലേ? വണ്ണം ഒന്ന് കാണിച്ചു കൊടുത്താ ഓ ഇനി അവിടെ നിന്ന് കൊടുത്താൽ അതിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ ബുഷിങ്ങൊക്കെ നോക്ക്. 2 മാവാണ് നിൽക്കുന്നത്. പല വളക്കണ്ട. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ 5000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഓഫറായിട്ട് എനിക്കൊരു 4000 റുപ്യ തരാം. 4000 രൂപയ്ക്ക് ഇത് ഒരു മാസത്തെ ടൈമിലാണ്. ഇതൊക്കെ 10000 റുപ്യക്ക് നമ്മൾ 5000 കൊടുത്തില്ല. ഹോൾസെയിൽ ആണെങ്കിൽ ഇനി 5000 കുറയില്ല. ഇല്ല, ലാസ്റ്റ് റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഹോൾസെയിൽ റേറ്റ് തന്നെ പറയണത്. അതിൽ വേണമെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കാതെ. ഇതിലിറങ്ങി നമ്മൾ ഹോൾസെയിൽ ആക്കിയാൽ അത് ശരിയാവില്ല.